ഈ സമയത്ത് MGM സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി, സ്ത്രീകളായിട്ടുള്ള സഹോദരിമാരെ പ്രത്യേകിച്ചും കാലത്തിൻ്റെ മുന്നേ നടന്ന പ്രസ്ഥാനം എന്ന നിലയിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയായ MGM സ്ത്രീകളെ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്കിലും മൂലയിലും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം നമ്മൾ നൽകുന്നത് ശാഖകളിലാണ് തഴയക്കിടയിലുള്ള സ്ത്രീകളെ, സഹോദരിമാരെ നമുക്ക് കിട്ടുന്നത്. അതെ, അപ്പോൾ ആ തഴയക്കിടയിലുള്ള സഹോദരിമാരിലേക്ക് യഥാർത്ഥ വിശ്വാസമുള്ള ആളുകളാക്കി അവരെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്തിനാണ് സ്ത്രീകളിലേക്ക് നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം സ്ത്രീകൾക്കായി ഒരു പ്ലാറ്റ്ഫോം നൽകുകയും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പ്രവർത്തിക്കാൻ ഒരു സംഘടന തന്നെ നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്കറിയാം ആരാണ് സ്ത്രീകൾ എന്നത്. സ്ത്രീകളാണ് വിമൺ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി. സ്ത്രീകളാണ് വിമൺ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി. സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നിർമ്മാണ ഘടകം, പ്രിയമുള്ളവരെ, അതാരാണ്? അത് എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്. ഞാൻ എന്നും പറയാറുണ്ടല്ലോ, ഞാനും നിങ്ങളും പ്രസവിക്കുന്ന നമ്മുടെ കരളിൻ്റെ കഷ്ണമായ നമ്മുടെ ചോരപ്പൈതം മക്കളെ നമ്മൾ തൊട്ടിലിൽ കിടത്തി ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ആട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെയല്ല ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒരു സമൂഹത്തെയാണ് എന്നതാണ്. അതെ, നല്ല തിരിച്ചറിവുള്ള, നല്ല സംസ്കാരമുള്ള, സദാചാരവും ദുരാചാരവും വളരെ കൃത്യമായി അറിയാൻ കഴിവുള്ള, നന്മയും തിന്മയും, ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് ശരി, ഏതാണ് തെറ്റായ മാർഗം, ഏതാണ് ദുരാചാരം, ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള, തിരിച്ചറിവുള്ള ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, പ്രിയമുള്ളവരെ, ആർക്കാണ് സാധിക്കുക? സ്ത്രീകളായ നമുക്കാണ് സാധിക്കുക. അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ചോ, ലഹരിയിലൊക്കെ അടിമപ്പെട്ടു പോകുന്ന നമ്മൾ വല്ലാതെ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാ, എന്തേ മാതാക്കളെ, രക്ഷിതാക്കളെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്ന മക്കൾ, മാതാവിൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന മകൻ. സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വാർത്തകൾ കാണുന്ന സമയത്ത്, പ്രിയമുള്ളവരെ, നമ്മൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, എങ്ങനെയാണ് ഒരു മകനെ, മാതാവിനെ എങ്ങനെയാണ് സ്വന്തം കൈകൊണ്ട് ഞെക്കിക്കൊല്ലാൻ, കഴുത്ത് ഞെക്കിക്കൊല്ലാൻ സാധിക്കുന്നത്? നമ്മൾ ചോദിക്കുക, രാവിലെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത ജ്യേഷ്ഠൻ ഉച്ചയാകുമ്പോഴേക്കും അതേ കൈകൊണ്ട്, ഭക്ഷണം വാങ്ങിക്കൊടുത്ത അതേ കൈകൊണ്ട് ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലാൻ, പിതാവിനെ അടിച്ചു കൊല്ലാൻ, തൻ്റെ അനുജനെ അടിച്ചു കൊല്ലാൻ എങ്ങനെയാണ് ആ മകനെ, ആ ജ്യേഷ്ഠനെ, ആ സഹോദരനെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ ചോദിക്കുകയാ. ഉത്തരം വളരെ നിസ്സാരാണ്, പ്രിയമുള്ളവരെ. അതെ, ലഹരി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇതൊക്കെ. അതിൻ്റെ സൈഡ് എഫക്റ്റാണിത്. 5 വർഷത്തിൽ കൂടുതൽ പതിവായി ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. അവർ സ്വയം ആത്മഹത്യ ചെയ്യും. സ്വയം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ മുമ്പ് അവരിൽ നിന്നുണ്ടാവുന്ന ഓരോ സംഗതികൾ എന്താണെന്ന് ചോദിച്ചാൽ, അവരിൽ നിന്ന് ഈ ലഹരി ഉപയോഗിക്കുന്നത് കാരണത്താൽ ഇമോഷണൽ എന്ന ഒന്ന് അവരിൽ നിന്ന് പാടെ ഇല്ലാതാവുകയാ. ഇമോഷണൽ എന്നൊന്നില്ല. നമ്മളോട് ഒരു പല്ലിനെ തച്ചുകൊല്ലി എന്ന് പറയുമ്പോൾ വടിയെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ഒന്ന് അടിക്കാൻ നമ്മുടെ കൈ അനുവദിക്കുന്നില്ല എന്നതാണ്. നമ്മുടെ മനസ്സ് അതിന് നമുക്ക് പറ്റുന്നില്ല എന്നതാണ്. എന്നാൽ ഇവരിലുള്ള ഇമോഷണൽ എന്ന വികാരം ഇല്ലാതാവലോടുകൂടി സ്വന്തം മാതാവിൻ്റെ, ഇവരെ മനസ്സിൽ മുഴുവനും ലഹരി 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 ഇത് മാത്രം. അതുകൊണ്ട് സ്വന്തം മാതാവിൻ്റെ കഴുത്ത് ഈ കൈ കൊണ്ട് ഞെക്കിക്കൊല്ലുന്ന സമയത്ത് അവരുടെ കൈ ഒരിക്കലും വിറക്കുന്നില്ല എന്നതാണ്, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരിലുണ്ടാവുന്ന ഇമോഷണൽ എന്ന ഒന്ന് ഈ ലഹരി ഉപയോഗിക്കുന്നത് കാരണത്താൽ
അവരിൽ ഇല്ലാത്തത് കൊണ്ട്, ആ വികാരം, ആ സങ്കട വികാരം എന്ന ഒന്ന് ഇല്ലാത്തത് കൊണ്ട് പ്രിയമുള്ളവരെ, അവർ സ്വന്തം അനുജനെ ചുറ്റിക കൊണ്ട് അടിച്ചടിച്ച് കൊല്ലുന്ന സമയത്ത് അവരുടെ ഈ കൈ വിറക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മളെല്ലാവരും നമ്മൾ നല്ല വിദ്യാഭ്യാസവും എല്ലാവരും പഠിക്കുന്ന ആളുകളാണ്. ആരും ഇന്ന് വിദ്യാഭ്യാസമില്ലാത്തവരില്ല, എല്ലാവരും ക്വാളിഫൈഡ് ആണ്. പക്ഷേ നമ്മുടെ നാട്, നമ്മുടെ ചുറ്റും അതപ്പതിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് പ്രിയമുള്ളവരെ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇതാ ഈ ഗ്രന്ഥം അവതരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അന്ധകാരത്തിൽ കഴിയുന്ന, അറിവില്ലായ്മയിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന, ധാർമ്മികതയില്ലാത്ത അധാർമികതയിൽ നശിച്ചു വീഴുന്ന, അതെ നമുക്കറിയാം, നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന നവോത്ഥാന പ്രസ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. ആളുകൾ പൊതുവെ പറയാറുണ്ട്, എല്ലാത്തിലും ഏത് മതത്തിൽപ്പെട്ട ആളുകളാണ് മുൻപന്തിയിലെന്ന്. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എന്തൊക്കെ ആളുകൾ പറഞ്ഞാലും പ്രിയമുള്ളവരെ, നമ്മുടെ നവോത്ഥാന കാലത്തിൻ്റെ മുമ്പേ നടന്ന ഇസ്ലാഹി പ്രസ്ഥാനം നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിൻ്റെ പേരിലാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹം, നമ്മുടെ ഈ ലോകം ഈ നിലയിൽ വല്ലാത്തയങ്ങ് ഉയർന്നിട്ടുണ്ട്. അന്ധവിശ്വാസത്തിലാവട്ടെ, അനാചാരങ്ങളിലാവട്ടെ, മാലാമൗലൂദുകൾ പാടിയിട്ട്, അത് ഒന്നുകിൽ ഈണത്തിൽ പാടിയിട്ട് അതാണ് പ്രതിഫലം, അതാണ് ഇസ്ലാം വിശ്വാസം എന്ന് വിശ്വസിച്ച പ്രത്യേകിച്ചും സ്ത്രീകളെ, അതാണ് എഴുത്ത് പഠിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല, ഖുർആൻ പഠിക്കാൻ പാടില്ല, അഥവാ പഠിച്ചെങ്കിൽ തന്നെ ഒരു ഫാത്തിഹ സൂറത്താണ് പഠിക്കുക, ഒരു ഫാത്തിഹ സൂറത്താണ് പഠിക്കുക. അതെന്തിനാണ്? അത് നിസ്കരിക്കുന്ന സമയത്ത് ഓതാൻ വേണ്ടിയാണ്. ഇനി അതുമല്ലെങ്കിൽ ഒരു യാസീനാണ് പഠിക്കുക. അതെന്തിനാണ്? മരിച്ച മയ്യത്തിന്റെ അടുത്ത് നിന്ന് യാസീൻ ഓതണം. ഇപ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന പ്രവർത്തനം അത് മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ മരിച്ച മയ്യത്തിന്റെ അടുത്ത് നിന്ന് ഓതാൻ വേണ്ടിയുള്ളതല്ല സൂറത്ത് യാസീൻ. ലഖിനൂ മൗതാക്കും സൂറത്ത് യാസീൻ. മരണം ആസന്നമായ ആളുകൾക്ക് ഈ സൂറത്ത് ഓതി കേൾപ്പിക്കണം കേട്ടോ. മരിച്ച മനുഷ്യനല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യനുള്ള തക്കീത്തുകളാണ്. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഇതാ ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്, യൗമുൽ ഖിയാമത്തിനെ കുറിച്ച്, ഇങ്ങനെ പരലോക പുനർജന്മത്തെക്കുറിച്ച്, പരലോക വിചാരണയെക്കുറിച്ച്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത്രയും കൃത്യമായി ഈ സൂറത്തിൽ പഠിപ്പിക്കുമ്പോൾ ഈ സൂറത്ത് കേവലം മരിച്ച മയ്യത്തിന്റെ അടുത്ത് നിന്ന് ഓതേണ്ടതല്ല എന്ന് വളരെ കൃത്യമായി, പ്രത്യേകിച്ചും പ്രിയമുള്ളവരെ, ഇസ്ലാഹി പ്രസ്ഥാനം MGM ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകളെ ബോധവതികളാക്കിയതിൻ്റെ പേരിൽ ഇന്ന് സ്ത്രീകളൊക്കെ, ഭൂരിഭാഗം സ്ത്രീകളും ഖുർആൻ പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന, ദഅവത്ത് നടത്തുന്ന ഏതൊരു സദസ്സിൽ പോയി നോക്കിയാലും ഏറ്റവും കൂടുതൽ ഏതൊരു മേഖലയിലും തിളങ്ങി നിൽക്കുന്നത് പ്രിയമുള്ളവരെ മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് എന്ന വനിതാ വിങ്ങിലെ സ്ത്രീകളാണ്. അതിന് നേതൃത്വം നൽകുന്ന ആളുകളാണ്, അതിൻ്റെ അണികളായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഏതൊരു മേഖലയിലും തിളങ്ങി നിൽക്കുന്നത് എന്നത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെയും നിങ്ങളുടെയും മേൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം അന്ധവിശ്വാസത്തിൽ നിന്ന്, അനാചാരത്തിൽ നിന്നും, എല്ലാവിധ ആഭാസങ്ങളിൽ നിന്നും നമ്മൾ ഈ സമയം ഇവിടെ നിൽക്കുന്ന സമയത്ത് MGM 6 മാസത്തെ വലിയ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികലമാക്കരുത് വിവാഹവിശുദ്ധി എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാഖകളിലും മണ്ഡലങ്ങളിലും ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾക്ക് അല്ലാഹു അക്ബർ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്.
അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ, 7 ആകാശത്തിന്റെ നാഥനാണ് റബ്ബേ. വറബ്ബൽ അർള്, ഭൂമിയുടെ നാഥനാണ് റബ്ബേ. വറബ്ബന, നമ്മുടെ രക്ഷിതാവായ അല്ലാഹു. വറബ്ബ കുല്ല ഷൈഇൻ, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പടച്ചുണ്ടാക്കിയ റബ്ബേ. ഫാലിഖൽ ഹബ്ബി വന്നവ, വിത്തും ധാന്യവും മുളപ്പിച്ചിട്ടുള്ളവനായ റബ്ബേ. അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ, അല്ലാഹുവേ നീയാണ് ആദ്യമേ ഉള്ളവൻ, നിനക്ക് മുമ്പ് ഒരു ശക്തിയില്ല. അല്ലാഹുമ്മ അൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈ, അന്ത്യമില്ലാത്തവനാണ് നാഥാ നീ, നിനക്ക് ശേഷം മറ്റൊരു ശക്തിയില്ല. അല്ലാഹുമ്മ അൻതൽ ലാഹിർ ഫലൈസ ദൂനക ഷൈ, പ്രത്യക്ഷമായിട്ടുള്ളവനാണ് നാഥാ നീ. അല്ലാഹുമ്മ അൻതൽ ബാത്തിൻ, പരോക്ഷമായിട്ടുള്ളവനാണ് നാഥാ നീ, നിനക്ക് മീതെ ഫലൈസ ദൂനക ഷൈ, നിന്നെ കൂടാതെ നിനക്ക് മീതെ മറ്റൊരു ശക്തിയേ ഇല്ല. ഇതാണ് റബ്ബ്. ഈ റബ്ബിനെ മുറുകെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനല്ലാഹ്, ഈ റബ്ബിനെ അറുത്തു മാറ്റിയാൽ വേർപെട്ടു പോകാത്ത, മുറിച്ചു മാറ്റിയാൽ പിരിഞ്ഞു പോകാത്ത നിലയിൽ പടച്ച റബ്ബുമായി കൈകോർക്കുന്ന ബന്ധമുണ്ടാക്കിയെടുക്കാൻ പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്കാരത്തിലൂടെ, നമ്മുടെ റമളാൻ നോമ്പിലൂടെ, നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മളെ നേടിയെടുക്കണമെന്നതാണ്. എന്നിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന, അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഉരുവിടുന്ന നാവുകളെ, അള്ളാഹുവുമായി വേർപിരിയാത്ത ബന്ധം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുക? അള്ളാഹുമായി നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളോട് നമ്മൾ വെറുതെ ഒന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും ആശിക്കുന്ന സംഗതിയാണ് പ്രിയമുള്ളവരെ, സമാധാനമുണ്ടാകണമെന്ന്, അല്ലേ? എല്ലാവരും ആശിക്കാണ്, എന്ത് വേണം? സമാധാനം ഉണ്ടാവണം, എനിക്ക് സമാധാനം കിട്ടണം. ഒരു മനുഷ്യന് സമാധാനം കിട്ടാൻ ഏതിലൂടെയാണ് സാധിക്കുക പ്രിയമുള്ളവരെ? അത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അത് പഠിക്കുമ്പോഴാണ്. ഇത് ഷിഫാണ് കേട്ടോ, ഇത് ശമനമാണ് കേട്ടോ, ഇതിലൂടെ നിങ്ങൾക്ക് സമാധാനം കിട്ടും. അതുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെ കൃത്യമായി നിസ്കാരമെന്ന കർമ്മം നിർവഹിക്കുമ്പം ഭയഭക്തി ഉണ്ടാകണമെങ്കിൽ, അള്ളാഹുമായി അങ്ങേയറ്റം ഇണക്കമുണ്ടാകണമെങ്കിൽ ഏത് കർമ്മത്തിലൂടെയാണ് സാധിക്കുക? നമസ്കാരത്തിലൂടെയാണ് സാധിക്കുക. അപ്പോൾ നിസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബുണ്ട് എൻ്റെ കൂടെ. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി, എൻ്റെ നിസ്കാരം നാഥാ, എൻ്റെ ത്യാഗം പടച്ച റബ്ബേ, എൻ്റെ ജീവിതം, എൻ്റെ മരണം നാഥാ നിനക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാ. നോക്കൂ നിങ്ങളെ, പടച്ച റബ്ബിന് വേണം. നമ്മളെ നിസ്കാരത്തിലൂടെ അള്ളാഹുവിനെ കാണുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, റബ്ബുമായി സംവദിക്കുകയാണ് നിസ്കാരമെന്ന ഭയഭക്തി കിട്ടുന്ന കർമ്മത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ റബ്ബിനെ കാണാൻ നിസ്കാരത്തിലൂടെയാവട്ടെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയാവട്ടെ, എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോഴൊക്കെ പ്രിയമുള്ളവരെ, ഈ റബ്ബിനെ കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ വീടിനേക്കാളും വലുപ്പത്തിലുള്ള മതിൽ നാം കെട്ടാറുണ്ട്. നമ്മുടെ വീടിനേക്കാളും വലുപ്പത്തിലുള്ള മതിൽ കെട്ടും. എന്നിട്ടോ തൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗിയോ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിധവയോ, പിതാവില്ലാത്ത അല്ലെങ്കിൽ മാതാക്കളില്ലാത്ത പൈതം മക്കളുള്ള വീടുകളോ നമ്മുടെ വീടിന് ചുറ്റുമുണ്ടെങ്കിൽ ആ മക്കളെ കാണാൻ നമ്മുടെ ഈ 2 കണ്ണുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള വിധവകളായ ആ സഹോദരിയെ കാണാനോ ചേർത്ത് പിടിക്കാനോ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, മാതാക്കളില്ലാത്ത വീടുകളിലെ പൈതം മക്കളെ, തൊട്ടടുത്ത വീട്ടിലുള്ള പൈതം മക്കളെ ഈ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, ആരോഗ്യപരമായി അല്ലെങ്കിൽ മാരകമായ രോഗം ബാധിച്ച് ദയനീയമായി തൊട്ടടുത്ത വീട്ടിൽ കിടക്കുന്ന രോഗിയെ ഈ 2 കണ്ണുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, എൻ്റെ നിസ്കാരം, എൻ്റെ ത്യാഗം, എൻ്റെ ജീവിതം, എൻ്റെ മരണം നാഥാ നിനക്കുള്ളതാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. അവരെ കാണാൻ ഈ 2 കണ്ണുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക്
പടച്ച റബ്ബിനെ കാണാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പൂർണ്ണമാകണം. പൂർണ്ണമായ ഒരു ജീവിതം. നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്തെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാം, നിന്റെ മയ്യത്ത് ഖബറിൽ താഴ്ത്തി വെക്കുന്ന സമയത്തുണ്ടല്ലോ, നിന്റെ ഒരു ഭാഗത്തെ നീ നിർവഹിച്ച നിന്റെ നമസ്കാരവും നിന്റെ നോമ്പ് പോലെയുള്ള കർമ്മം ഒരു ഭാഗത്ത് നിന്നെ പൊതിയും. സക്കാത്ത്, നിന്റെ സക്കാത്താവുന്ന സുന്നത്ത് കർമ്മങ്ങള് മറ്റൊരു ഭാഗത്ത് പൊതിയും. നീ ചെയ്യുന്ന പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ ഭാഗത്തൊക്കെ പൊതിയും. ജനക്ഷേമ കർമ്മങ്ങൾ ഉണ്ടല്ലോ, ഹഖ്ഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തൻ, മുസ്ലിമിന്റെ മേൽ വലിയ കടമയുണ്ട് കേട്ടോ, അത് 6 എന്നൊക്കെ പഠിപ്പിച്ച അത്തരത്തിലുള്ള ജനക്ഷേമ കർമ്മങ്ങൾ പ്രിയമുള്ളവരെ നിന്റെ തലയുടെ ഭാഗത്ത് പൊതിയും. അങ്ങനെ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഇബാദത്തുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ ജനക്ഷേമ കർമ്മങ്ങൾ പോലെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഖബറിൽ പൊതിഞ്ഞു കിടക്കാനുള്ള തൗഫീക്കും സൗഭാഗ്യവും പ്രിയമുള്ളവരെ മരിക്കുന്നതിന് മുമ്പേ നമ്മൾ നേടിയെടുക്കണം. അതുകൊണ്ട് അതിന് നമുക്ക് ഏറ്റവും വലിയ അവസരമാണ് ഇസ്ലാഹി പ്രസ്ഥാനം അഥവാ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പോഷക സംഘടനയായിക്കൊണ്ട് മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റിലൂടെ പ്രവർത്തിക്കാൻ നമുക്ക് വലിയ പ്ലാറ്റ്ഫോം തന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ സംസ്ഥാന തലത്തിലുള്ള ഒരു സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴും ഞാൻ എൻ്റെ ശാഖയിൽ താഴേക്കിടയിലുള്ള സ്ത്രീകളിലേക്ക് ഈ മെസ്സേജ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുകയാ. അന്ധവിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് ആരാണ് പ്രിയമുള്ളവരെ? നോക്കൂ, നിങ്ങളെ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിനെ മുലപ്പാൽ കൊടുക്കാൻ ഏത് മാതാവാണ് ആശിക്കാത്തത്? ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചും യാ അല്ലാഹ് ഒരു തുള്ളി മുലപ്പാൽ എൻ്റെ കുഞ്ഞ് കുടിക്കട്ടെ എന്ന് ആശിച്ചിട്ട് ആ കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാൻ വാരിപ്പുണരേണ്ട പൊന്നുമ്മയാണ് പ്രിയമുള്ളവരെ. എൻ്റെ പള്ളിയിൽ എൻ്റെ മഹല്ലിലുള്ള എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, 5 നേരം നീ പ്രസവിച്ചു കഴിഞ്ഞാൽ 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തതിന് ശേഷം മാത്രമേ നിന്റെ കുഞ്ഞിനെ മുലയൂട്ടാവൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കുഞ്ഞിനെ ഒരു ദിവസം മുഴുവനും മുലപ്പാൽ നിഷിദ്ധമാക്കിയ ഉമ്മമാരുള്ള നാട്ടിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. ഇവരെ ഇങ്ങനെ എല്ലാവിധ അധാർമികതയിൽ നിന്നും എല്ലാവിധ ആർഭാടത്തിൽ നിന്നും എല്ലാവിധ വേണ്ടാത്തതിൽ നിന്നും സ്ത്രീ സമൂഹത്തെ രക്ഷപ്പെടുത്തിയാൽ നമ്മുടെ നാടെന്നല്ല പ്രിയമുള്ളവരെ, എല്ലാ കുടുംബവും അതുവഴി സമൂഹവും എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും there is not worse evil than a bad woman and ever been produced better than a good one. ഒരു പെണ്ണെങ്ങാനും ഒരു സ്ത്രീ എങ്ങാനും ഞങ്ങളൊക്കെ ചിപ്പിക്കുള്ളിലുള്ള അൽമർഅത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് തുഈനു ബിൽ അംരിൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിൽ സഹായിക്കുന്ന പെണ്ണാണ് കേട്ടോ. നമ്മളെ കാണുമ്പോഴുണ്ടല്ലോ ആളുകൾക്ക് MGM ഓർമ്മ വരണം. നമ്മളെ കാണുമ്പോഴുണ്ടല്ലോ പ്രിയമുള്ളവരെ ആളുകൾക്ക് ദഅവത്ത് ഓർമ്മ വരേണ്ടതുണ്ട്. നമ്മെ കാണുമ്പോഴുണ്ടല്ലോ ആളുകൾക്ക് ഖുർആൻ പഠിക്കുന്നത് ഓർമ്മ വരേണ്ടതുണ്ട്. നമ്മെ കാണുമ്പോഴുണ്ടല്ലോ പ്രിയമുള്ളവരെ ആളുകൾക്ക് അധാർമികതയിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്താൻ ഇവരെ പോലുള്ളവരാണ് എന്ന് ഓർമ്മ വരേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും തിളങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ഇസ്ലാം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അനുവാദം തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് നാളെ പരലോകത്ത് നിന്ന് പടച്ച റബ്ബ് ചോദിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവരും MGMന്റെ ഭാരവാഹികളായി പ്രവർത്തകരായി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച റബ്ബ് നമ്മെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ മഹല്ലിൽ എന്തൊക്കെ ഇടപെടലുകൾ നമുക്ക് നടത്താൻ പറ്റുമോ അതിലൊക്കെ ഇടപെടലുകൾ നടത്താൻ സമൂഹത്തിൽ ഇറങ്ങി ഇറ്റ് ഹാസ് ടു percolate deep down to the heart of the society. സമൂഹത്തിന്റെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ MGMകാർക്കല്ലാതെ മറ്റാർക്കും പറ്റൂല. നമുക്ക് ഇമാം ഗസാലി റഹിമഹുല്ല പറയുകയാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ.
എന്നിട്ടോ ആ അനുഗ്രഹം ആരാണ് തന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഓർക്കണം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മിക്കണം. എന്നിട്ട് ആരാണ് ഈ അനുഗ്രഹം എനിക്ക് തന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. 3-ാമത്തെ കാര്യം പ്രിയമുള്ളവരെ, ആ അനുഗ്രഹം തന്നവൻ ആരാണോ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശീലിക്കണം. ആര് തന്നു ഈ അനുഗ്രഹം സദാ ഓർമ്മ വേണം. എന്നിട്ട് ആ അനുഗ്രഹത്തിനെ കുറിച്ച് ഓർക്കണം. നോക്കൂ, നിങ്ങൾ നേരത്തെ മറിയ ടീച്ചർ സൂചിപ്പിച്ചുവല്ലോ, ഷമീമ ടീച്ചർ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ. അതെ, എൻ്റെ കണ്ണൂർ കോർപ്പറേഷൻ ഞാൻ 5-ാമത്തെ വർഷമാണ്. ഞാൻ കോർപ്പറേഷൻ്റെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ആ കസേരയിൽ ഇരുന്നപ്പോൾ എൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട കുട്ടികൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവേശമാണ്. ഞാൻ എവിടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് സ്ത്രീകളുണ്ടാവും. അവിടെയേ ഞാൻ പ്രവർത്തിക്കാറുള്ളൂ. കാരണം എനിക്കറിയാം ഒരു പെണ്ണ് നന്നായാൽ മൊത്തം നന്നാവും എന്നത്. അതുകൊണ്ട് ഒരു പെണ്ണിനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ കുട്ടികളാണ് എൻ്റെ കമ്മിറ്റി, സ്ത്രീകളാണ്, അതുപോലെ ഭിന്നശേഷിക്കാർ. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതെൻ്റെ പഠനമാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഞാൻ ആഗ്രഹിച്ചു 5 വർഷത്തിനുള്ളിൽ ഈ കസേരയിൽ ഇരിക്കുന്ന എനിക്ക് എൻ്റെ കോർപ്പറേഷൻ്റെ പരിധിയിൽ എത്ര ഭിന്നശേഷിക്കാരുണ്ട് എന്ന് കണക്കെടുക്കണം. എന്നിട്ട് ആ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ അത് മുഴുവനും സൗജന്യമായി ആ മക്കളുടെ വീട്ടിലെത്തിച്ചു കൊടുക്കണം. അതിനെന്താണ് വഴി? കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള മുഴുവൻ ഏരിയകളിലും സോണലുകളിലും ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി ദിവസങ്ങളോളം മെഡിക്കൽ ബോർഡിനെ കൊണ്ടുവന്നിട്ട് ക്യാമ്പ് നടത്തുകയാണ്. ആ ക്യാമ്പിൽ നിന്ന് പരിശോധന നടത്തുകയാണ്. കുട്ടികൾക്ക് കൈയൊടിഞ്ഞ, കാല് നിവരാത്ത, നടുനിവരാത്ത കുട്ടികൾക്ക് എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ ആ കുട്ടികളുടെ അവയവങ്ങൾക്ക് മാറ്റം വരാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക് സൈക്കിൾ മുതൽ അങ്ങോട്ട് എല്ലാം പ്രൊജക്റ്റാക്കി പദ്ധതികളാക്കി ഈ മക്കൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ക്യാമ്പിലേക്ക് ഓരോ ഉമ്മമാരും ഓരോ രക്ഷിതാക്കളും ഓരോ കുട്ടികളെ കൂട്ടി വരുന്ന വല്ലാത്തൊരു രംഗമുണ്ട്. താങ്ങിപ്പിടിച്ച് വീൽ ചെയർ ഇരുത്തി തളർന്ന മക്കളെ എടുത്തുകൊണ്ടുവരുന്ന വല്ലാത്ത ദയനീയമായ കാഴ്ച. നമ്മളൊരു നിമിഷം ഒരു വിരലിങ്ങനെ ചലിക്കുമ്പം ഓർത്തു പോകും, നാഥാ വല്ലാത്തൊരു അനുഗ്രഹ ഇത് ചലിക്കുന്നത്. ഇത് ഒടിഞ്ഞു പോയതൊന്ന് നിവർത്താൻ, ഇത് വളഞ്ഞു പോയതൊന്ന് നിവർത്താൻ, ഇരുന്നിടത്ത് നിന്ന് ഒന്നനങ്ങാൻ. ഇങ്ങനെയുള്ള മക്കൾ അനുഭവിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ. നാഥ നീ കാത്തിരക്ഷിക്ക തമ്പുരാനെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്യാമ്പിലേക്ക് ഒരു കുഞ്ഞു കുട്ടിയെയും കൂട്ടി, ഒരു 4 വയസ്സുള്ള കുട്ടിയെയും കൂട്ടി ഒരു ഉമ്മയും വാപ്പിയും ക്യാമ്പിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ, നല്ല മൊഞ്ചുള്ള കുട്ടി, കാലിൻ്റെ അടി വരെ മറയുന്ന. ഞാനും നിങ്ങളൊക്കെ കല്യാണത്തിന് പോകുമ്പോഴാണ് പെൺമക്കൾക്ക് ഇങ്ങനെയുള്ള ഫ്രോക്കെല്ലാം ഇട്ട് കൊടുക്കുക. അതുപോലെയുള്ള അട്ടിയായ ഫ്രോക്ക് ഇട്ടിട്ട് 4 വയസ്സുള്ള കുട്ടിയെ കുട്ടി ക്യാമ്പിലേക്ക് വരുന്ന കണ്ടപ്പോൾ ഒരു നിമിഷം ഞാനിങ്ങനെ നോക്കിയിട്ട് ആലോചിച്ചോ, ഈ കുട്ടിക്ക് എന്താണ് ഈ ക്യാമ്പിൽ നിന്ന് വേണ്ടത്? നല്ല മുഖം കാണുമ്പോൾ നല്ല ബുദ്ധിയുള്ള, ഒരു പ്രയാസം തോന്നാത്ത, കാരണം ഈ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മുഖം കാണുമ്പോൾ പലപ്പോഴും മനസ്സിലാവാറുണ്ട്. എന്നാൽ ഈ കുട്ടിയെ നോക്കിയപ്പോൾ ആ മുഖത്തിനൊരു ഭാവമാറ്റവുമില്ല. എന്തിനായിരിക്കും പടച്ചോനെ ഈ കുഞ്ഞിനെയും കുട്ടി, ഈ ഉമ്മയും വാപ്പയും ഈ ക്യാമ്പിലേക്ക് വന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് ഈ കുഞ്ഞു ഉമ്മ അവിടെ ഇരുന്നോ, ഉപ്പ പോയിട്ട് ഫോം വാങ്ങിയിട്ട് അത് ഫില്ല് ചെയ്യുന്നൊരു ടേബിളും ചെയറൊക്കെ അവിടെ ഉണ്ട്. ഈ ഉപ്പ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പോയി വെറുതെ ഇങ്ങനെ നിന്നിട്ട് ആരാണ് എൻ്റെ ഫോം നോക്കുന്നത് എന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഈ വകുപ്പിൻ്റെ ചെയർപേഴ്സണാണ് ഷമീമ ടീച്ചർ. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും തോന്നൂല. അതിന് അദ്ദേഹം ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണ് മുഴുവനും ഈ കോളത്തിലാണ്. ഒരു കോളമുണ്ട് ആ ഫോമിൽ. ഈ വന്ന ഗുണഭോക്താവിന് ആവശ്യമുള്ള ഉപകരണം ഏതാണോ ആ ഉപകരണം എന്താണ് ഈ വാപ്പ ഈ കുറിപ്പിൽ ഈ കോളത്തിൽ എഴുതുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് എനിക്കുണ്ടായത്. അങ്ങനെ ഫില്ല് ചെയ്ത് ആധാർ കാർഡും വാപ്പാൻ്റെ പേരും ഉമ്മാൻ്റെ പേരും ഒക്കെ എഴുതിയിട്ട് ഈ കോളത്തിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ 2 കണ്ണും തുറന്നിട്ട് ഈ കോളത്തിൽ എഴുതുന്നത് നോക്കിയപ്പോൾ, പ്രിയമുള്ളവരെ, ആ പൊന്നുപ്പ ആ കോളത്തിൽ എഴുതിയത് കൃത്രിമക്കാൽ എന്നായിരുന്നു. കൃത്രിമക്കാല്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കുഞ്ഞിന് കാലിനെന്തോ സംഭവിച്ചിട്ടുണ്ട്.
പതിയെ ഞാൻ നീങ്ങി ആ ഉമ്മാൻ്റെ അടുത്ത്. ഞാൻ അവിടെ ഒരു കസേര എടുത്ത് പോയി ഇരുന്നു. മോളെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചോ. വീണ്ടും ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ചെയർപേഴ്സൺ ആണ്, എൻ്റെ പേര് ഇന്നതാണ്, നിങ്ങൾ ഏത് വാർഡിന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മെല്ലെ ആ ഉമ്മയുടെ ചെവിയിൽ ചോദിച്ചു, എന്തു പറ്റി നിങ്ങളുടെ മോളക്കാലിന്? ആ സമയത്താണ് പ്രിയമുള്ളവരെ ആ ഉമ്മ ഫ്രോക്ക് പൊന്തിച്ച് എനിക്ക് കാല് കാണിച്ചു തരുമ്പം ഇവിടെ മുതൽ കാല് നഷ്ടപ്പെട്ട കുട്ടി ആ ഉമ്മ എന്നോട് പറയാ, ടീച്ചറെ ഞാൻ വളരെ ദാരിദ്ര്യത്തിലുള്ള കുടുംബത്തിലാ, 2 മക്കളെ ഞാൻ പ്രസവിച്ചു, 2 ആൺമക്കളാ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ മക്കളെ പോറ്റാൻ എനിക്ക് സാമ്പത്തികമായി ഞങ്ങൾ അത്ര ഞെരുക്കത്തില്ല, 2 കുട്ടി മതി എന്ന്. പക്ഷേ അറിയാതെ 3ാമത്തെ കുട്ടിയായപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് വന്നു, ഒഴിവാക്കാൻ പറ്റുമോ? ദാരിദ്ര്യമാണ്, ഡോക്ടർ ഞാനുമായി നല്ല ബന്ധമുണ്ട്. ഡോക്ടർ പറഞ്ഞു വേണ്ടടാ നീ ഒഴിവാക്കണ്ട, അതൊരു പെണ്ണാണെങ്കിലോ സാരില്ല, ദൈവം അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് 3ാമത് ഞാൻ പ്രസവിച്ചപ്പോൾ ഡോക്ടർ ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ പെറ്റുവീണ ഉടനെ എൻ്റെ കുഞ്ഞിനിങ്ങനെ കോരിയെടുത്തിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുക, ഡോക്ടർ എടീ നീ പെണ്ണിനെയാണ് പ്രസവിച്ചത്. ഡോക്ടർ ഇങ്ങനെ കാണിച്ചു തരുമ്പം ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കി, എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് വാങ്ങാൻ നോക്കുമ്പോഴേക്ക് ടീച്ചറെ ഒരിക്കലും ഞാൻ മറക്കാത്ത വേദന. എൻ്റെ കുഞ്ഞിന് ഒരു കാല് ഫുള്ളും ഒരു കാലില്ലാത്ത കുട്ടിയാണ് ഞാൻ പ്രസവിച്ചത്. ഞാൻ പൊട്ടിക്കരഞ്ഞു, ഞാൻ ഒച്ചയിട്ടു. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഗർഭപാത്രത്തിൽ കുടുങ്ങിപ്പോയോ എൻ്റെ കുഞ്ഞിൻ്റെ കാല്? ഡോക്ടർ ഒന്ന് പരിശോധിക്കേ, ആ കാലെടുത്ത് നമുക്ക് എടുക്കി ഡോക്ടറെ, എൻ്റെ കുഞ്ഞിൻ്റെ കാലെത്താ ഡോക്ടറെ. എൻ്റെ മാനസിക നില തെറ്റിപ്പോയി. 1 വർഷം എൻ്റെ ഭർത്താവ് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ സൈക്കാട്രി ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ തന്നെ ചികിത്സ കഴിഞ്ഞു. ശേഷം പിന്നെ നമ്മൾ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിന് 2 വയസ്സായപ്പോഴാണ് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോയത്. കാലില്ലാത്ത കുഞ്ഞിന് എന്ത് ചെയ്യും? വിഷമിക്കണ്ട, 3 വയസ്സായാൽ നമുക്ക് കൃത്രിമ കാല് വെക്കാമെന്ന്. അങ്ങനെ 3 വയസ്സിൽ വെച്ച കാല ഇപ്പം ആ കുട്ടിയുള്ളത് ഒന്ന് വലുതൊന്ന് ചെറുതും. കാരണം ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാല് വെച്ചാൽ ഓരോ വർഷത്തിലും കാല് മാറ്റി വെക്കണം. മക്കൾ വളരുന്നതിനനുസരിച്ച് കാല് മാറ്റി വെക്കണം. 3 വയസ്സിൽ വെച്ച കാല. ഞാൻ ഒന്നുകൂടി ആ കുട്ടീൻ്റെ കാല് ഇതിങ്ങനെ കേട്ടപ്പോൾ ആ മോളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒന്നുകൂടി ഞാൻ ആ ഉടുപ്പ് പൊക്കി നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ ആ കാല് മുഴുവനും ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ആ ഉമ്മയോട് ചോദിച്ചോ, നിങ്ങൾ എന്തേ ഇതിങ്ങനെ ചുറ്റി വെച്ചത്? അപ്പോൾ ആ ഉമ്മ എന്നോട് പറയാണ്, 3 വയസ്സിൽ വെച്ചതാ, 4.5 വയസ്സായി, കാല് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ അവളെ പൊട്ടി വീണു പോകുമോ എന്ന് പേടിച്ചിട്ട് വെച്ചതാ. കണ്ണൂർ കോർപ്പറേഷൻ സൗജന്യമായി കാല് നൽകുന്നുണ്ട് എന്നറിഞ്ഞിട്ട് വന്നതാ. മെഷർമെൻ്റ് എടുത്തു, എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് കാല് കൊടുക്കണം. കോർപ്പറേഷൻ്റെ നടപടിക്രമങ്ങൾ 6 മാസം കഴിഞ്ഞ് ഓരോ ക്യാമ്പിലും കുട്ടികൾ വരാൻ തുടങ്ങി. ഈ ക്യാമ്പിൽ ഈ കുട്ടി വരുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരാശയാ, പെട്ടെന്ന് ആ കുട്ടിൻ്റെ കാല് വെച്ച് കൊടുക്കണം. ടോക്കൺ 28 മറ്റോ ആണ്. പക്ഷെ ഞാൻ ഇടപെട്ടു. കുട്ടി ഡോക്ടറെ മുന്നിൽ പോയി കാല് വെക്കാൻ നോക്കുമ്പം കാല് സൂട്ടാവുന്നില്ല, കാല് ഫിറ്റാവുന്നില്ല. ഞാൻ ഡോക്ടറോട് ചോദിക്കുക, എന്താ ചെയ്യുക ഡോക്ടറെ? ഇതെന്താ? അത് ഇന്നെടുത്താൽ 2-3 ദിവസം കൊണ്ട് അത് ഫിറ്റ് ചെയ്യണം. കുട്ടികളാണ്, പെട്ടെന്ന് വളരും, മെഷർമെൻ്റ് അളവ് ശരിയാവുകയില്ല. എന്താ ചെയ്യുക? ഇന്ന് മടങ്ങിപ്പോവട്ടെ, ഒരാഴ്ചക്കുള്ളിൽ ശരിയാക്കാം, കാല് വെച്ച് കൊടുക്കാം എന്നൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുക. വളരെ സങ്കടം ആ ഉമ്മാൻ്റെ കുഞ്ഞിൻ്റെ മുഖം. ഞാൻ ആ ഉമ്മാനെ എല്ലാം കുട്ടിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടരുത്, ഞാനുണ്ട് നിങ്ങളെ കൂടെ, നമുക്കെല്ലാം ശരിയാക്കി കൊടുക്കാം എന്ന് പറയുമ്പോൾ ആ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകിയിട്ട് എന്നോട് ആ ഉമ്മ പറയുകയാണ്, ടീച്ചറെ എൻ്റെ മോള് 2-3 ആഴ്ചയായി കോർപ്പറേഷനിൽ നിന്ന് ഫോൺ വന്നത് മുതൽ എൻ്റെ മോള് സന്തോഷത്തിലാണ്. അവളെ സുഹൃത്തുക്കളോടും അവൾ കളിക്കാൻ പോയ കളിക്കൂട്ടുകാരോടും അവൾ പറയുകയാ, ഞാൻ കാല് വാങ്ങാൻ പോകും കണ്ണൂർ കോർപ്പറേഷനിൽ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, ഒരു വിരൽ ചലിക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊരു അനുഗ്രഹം നമ്മളിൽ ഉണ്ട് എങ്കിൽ എന്നും ഓർക്കണം നാഥ. എൻ്റെ അത്താണിയുണ്ട്, ഭർത്താവില്ലാത്ത, മക്കളില്ലാത്ത, വീടില്ലാത്ത നിരാലംബരായ ആളുകളെ കിടത്തി പരിചരിക്കുന്ന ഒരു സ്ഥാപനം ഞാൻ നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ 42 വയസ്സുള്ള ഒരു സഹോദരിയുണ്ട്. കയ്യും കാലൊക്കെ ഒടിഞ്ഞ് സ്ട്രോക്ക് വന്ന് സംസാരം വരെ നഷ്ടപ്പെട്ട് ഒടിഞ്ഞിങ്ങനെ കിടക്കുക. താങ്ങിപ്പിടിച്ചിരുത്തിയാൽ കാലത്തിങ്ങനെ ഈ കോലത്തിൽ ഇങ്ങനെ ഇരിക്കും. താത്താൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പം താത്ത എന്നോട് പറയും, ടീച്ചറെ എനിക്ക് ഈ ദുനിയാവിലൊന്നും വേണ്ട. നിങ്ങൾ ആലോചിക്കണേ, ഭർത്താവില്ല, മക്കളില്ല, വീടില്ല, കുടുംബമില്ല, ബന്ധുക്കളില്ല, ആരോഗ്യമില്ല, ഒന്നുമില്ലാത്തവർ എന്നിട്ടും ഇങ്ങനെ കിടക്കുമ്പം പറയുകയാണ്, എനിക്ക് ഈ ലോകത്ത് നിന്ന് ഒരാശയുമില്ല കേട്ടോ, ഒരൊറ്റ ആശയുണ്ട്. ആ ആശ നിങ്ങൾക്ക് കേൾക്കണോ? ഈ 2 കൈയുടെ ഈ 10 വിരലൊന്ന് ശരിയാവണം.
കണ്ണുനിങ്ങനെ കണ്ണീരൊഴുകിയിട്ട് പറയുമ്പോൾ അവരുടെ ശ്രദ്ധ മാറ്റാൻ ഞാൻ ചോദിക്കും, കൈ ശരിയായിട്ട് ഇവിടുന്ന് പോവാനാണല്ലേ? കൈ ശരിയായിട്ട് അത്താണിയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോകാനായിരിക്കുമല്ലേ താത്ത എന്ന് ചോദിക്കുമ്പോൾ താത്ത പറയും, എവിടെ പോകാൻ ടീച്ചറേ? ഇവിടുന്ന് മരിച്ചിട്ടല്ലാതെ പോകൂല. എവിടെയും പോകാനല്ല, മറിച്ച് എന്നേക്കാളും വയ്യാതെ അബോധാവസ്ഥ പോലെ കിടക്കുന്ന അവരെ കണ്ടില്ലേ? എൻ്റെ ഈ കൈവിരലൊന്ന് ശരിയായാൽ എന്നെ എടുത്തിട്ട് ആ കട്ടിലിൽ ആരെങ്കിലും ഇരുത്തിയെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഉരുളയാക്കിയിട്ട് എന്നേക്കാളും വയ്യാത്ത ആളുകളുടെ വായിൽ എൻ്റെ ഈ കൈ കൊണ്ട് വെച്ചു കൊടുക്കാൻ സാധിച്ചെങ്കിൽ ആലോചിച്ച് നോക്കണം. പ്രിയമുള്ളവരെ, ആരോഗ്യമില്ലാത്ത ഒന്നുമില്ലാത്ത നിസ്സഹായരായി ആരോരുമില്ലാത്തവരെ കിടത്തി പരിചരിക്കുന്ന സ്ഥാപനത്തിൽ കിടക്കുന്ന സഹോദരിയാണ് ഒരു നേരത്തെ ഭക്ഷണം ഒരുരുള ഒരാളുടെ വായിൽ വെച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്നാശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ അനുഗ്രഹത്തിനെ കുറിച്ച് ഓർക്കുക. ഇത് നമ്മളെ ഭർത്താവോ നമ്മളോ ആശിച്ചത് കൊണ്ട് ഉണ്ടായതല്ല. നാഥാ, ഈ അനുഗ്രഹം നീ തന്നതാണ്. അതെ, ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രിയമുള്ളവരെ രണ്ട് ലോകത്തും വിജയികളായി ഇന്നിവിടെ ഏറ്റവും സമാധാനത്തോടുകൂടി മാതൃകകളായി ജീവിക്കുകയും കൂടാതെ നാളെ പരലോകത്ത് MSMകാർ ഇപ്പൊ നടത്തിയ ക്വിസിൽ ചോദിച്ചില്ലേ, സ്വർഗത്തിന് എത്ര കവാടമുണ്ട്? അതെ, ബാബു റയ്യാൻ, ബാബു സ്വലാത്ത്, ബാബുൽ ജിഹാദ്, ഇങ്ങനെ 8 കവാടമുണ്ട്. ഈ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകുമെന്ന് ഇത്തരം സംഗമങ്ങളിൽ നിന്ന് തീരുമാനിക്കണം. അഫ്ളലുൻ നിസാഉ അഹ്ലുൽ ജന്ന, സ്വർഗത്തിൽ എണ്ണപ്പെട്ട സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ആളുകളാണ് പോലും. യാ അല്ലാഹ്, നീ കാക്ക് തമ്പുരാനെ, ആ എണ്ണപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദറജയുള്ള ആളുകളായി MCMന്റെ ഇന്ന ശാഖയിൽ, ഇന്ന മണ്ഡലത്തിൽ, ഇന്ന ജില്ലയിൽ പ്രവർത്തിച്ച് ഞാനുണ്ടായിരുന്നു എന്ന് നാഥ നീ നമ്മെ അനുഗ്രഹിക്ക തമ്പുരാനെ. അതുകൊണ്ട് അനങ്ങാതെ ഇരിക്കരുത്, കേൾക്കാതെ പോലെ മാറി നിൽക്കരുത്. നമ്മൾ മനസ്സിലാക്കുക, ഫലഖ്തഹമൽ അഖബ, മലമ്പാത എന്തേ നീക്ക് തിക്കി കടന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഫഖുർ റഖബയാണ്, അടിമനെ മോചിപ്പിക്കുക. ഈ ആയത്ത് ചില സമയത്ത് നിങ്ങളെ മനസ്സിൽ വരുമ്പോൾ തോന്നും, എന്താ അടിമ നമ്മുടെ ഇടയിലില്ല, അടിമ നമ്മുടെ നാട്ടിലില്ല, അടിമ നമ്മുടെ കൺമുന്നിലില്ല. ഉണ്ട് പ്രിയമുള്ളവരെ, അടിമയുണ്ട്. സ്കൂളിന്റെ പിന്നാമ്പുറങ്ങളിൽ, സ്കൂളിന്റെ പിന്നാമ്പുറങ്ങളിൽ, അതല്ലെങ്കിൽ സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ മൂലയിൽ ഒരുപാട് മക്കൾ ഇരിക്കുന്നുണ്ട്. അടിമകളെ പോലെ ലോകം തിരിയാതെ ലഹരി ഉപയോഗിക്കുന്ന മക്കൾ. രാത്രി വെറുതൊന്നിങ്ങനെ വരാന്തരങ്ങളിലൂടെ ഒന്നിങ്ങനെ നടന്നു നോക്കുക, തെരുവോരങ്ങളിലൂടെ നടന്നു നോക്കുമ്പം അവിടെയൊക്കെ നമുക്കിന്ന് അടിമകളെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം വളരെ 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 വലുതാ. എൻ്റെയും നിങ്ങളുടെയും ചുമലിൽ വലിയ ഭാരമാണ് ഈ കാലഘട്ടത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളത്, വലിയ ഭാരം. അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാനോ മാറി നിൽക്കാനോ പ്രവർത്തിക്കാതിരിക്കാനോ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നു മുതൽ ഞാൻ മരിക്കുന്നവരെ നാഥ ഞാനുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ, ഈ വനിതാ സംഘടനയുടെ കൂടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിങ്ങളും ചേരി എന്ന് മാത്രം ഈ ഒരു വേളയിൽ ഓർമ്മപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ വനിതാ സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നാഥ നീ നമ്മെ മുഴുവൻ ആളുകളെയും എന്നും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നതാ അള്ളാഹുവേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, കോലം വികൃതമായി ദയനീയമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ നാഥ നീ ശിഫ നൽകുക തമ്പുരാനെ. ആഫിയത്തോടുകൂടി ആയുസ് നൽകണമേ നാഥ. നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തു റഹ്മാനെ. കത്തിജ്വലിക്കുന്ന നരകം അതിഭയാനകമാണ്. ആ നരകത്തിൽ നിന്ന് നമ്മെയും നമ്മിൽ നിന്ന് നരകത്തെയും നീ ദൂരപ്പെടുത്തു റഹ്മാനെ. നാളെ പരലോകത്ത് നീ നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് ആകുന്ന ഉന്നത പദവി തന്ന് അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വർഹംനാ വർളി അന്നാ വതഖബ്ബൽ മിന്നാ വഅദ്ഖിൽനൽ ജന്ന വനജ്ജിനാ മിനൻ നാർ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ ഖബ്ലൽ മൗത്ത് വർഹംനാ ഇൻദൽ മൗത്ത്
ولا تؤذبنا يوم القيامة ولا تؤذبنا بعد الموت ولا تحاسبنا يوم القيامة إنك على كل شيء قدير. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.